അവിടെയുള്ളത് എന്റെ മോനാണെന്നും ജീവനോടെ വരുമെന്ന പ്രതീക്ഷ ഇനിയില്ലെന്നും ആ അമ്മ ഹൃദയവേദനയോടെ പറയുന്നു. നിരാശ നിറഞ്ഞ മറ്റൊരു ദിവസം കൂടി കടന്നുപോയി. ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ആ അമ്മ കരുതിയിട്ടുണ്ടാകണം അർജുനനെ കണ്ടെത്തി എന്ന സന്തോഷ വാർത്തയുമായൊരു ഫോൺ കോൾ എത്തുമെന്ന്. എന്നാൽ കാണാതായിട്ട് ഇന്നേക്ക് 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. സൈന്യവും രക്ഷാപ്രവർത്തകരും അർജുനന് വേണ്ടി തിരച്ചിൽ തുടരുന്നുവെങ്കിലും ഇപ്പോഴും അവൻ കാണാമറിയത്തു തന്നെ. ടണൽ ദുരന്തത്തിൽപ്പെട്ടവർ തിരികെ വന്നതുപോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇന്നത്തോടെ അതും മാറി. എല്ലാ പ്രതീക്ഷയും അറ്റ് ഒടുവിൽ അർജുനന്റെ അമ്മ ഷീല ഹൃദയവേദനയോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിതുമ്പി. ഇപ്പോഴുള്ള തിരച്ചിൽ കാണുമ്പോൾ വാഹനം അവിടെ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് അവർക്ക് അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. വൈകുന്നേരം വരെയുള്ള അന്വേഷണം നിരീക്ഷിച്ചു. അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി കലക്ടർ മുഖേന നേരത്തെ ബന്ധപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്പർ കൊടുക്കുകയും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അപ്പപ്പോൾ അറിയിക്കാമെന്നും പറഞ്ഞിരുന്നു. അതൊന്നും ഉണ്ടായില്ലെന്നും ആ അമ്മ പറയുന്നു. നാട്ടിൽ നിന്ന് 3 ആളുകൾ സംഭവ സ്ഥലത്തേക്ക് പോയിരുന്നെന്നും ആരെയും അവിടേക്ക് കടത്തിവിടുന്നില്ല എന്നും എന്തോ തെറ്റ് ചെയ്ത കള്ളന്മാരെ നോക്കുന്നത് പോലെയാണ് അവർ നോക്കുന്നത് എന്നും സൈന്യത്തെ രക്ഷാപ്രവർത്തനത്തിന് വിളിച്ചു വരുത്തിയത് ആരെയോ കാണിക്കാൻ വേണ്ടി എന്നതുപോലെയാണെന്നും യാതൊരു സംവിധാനവും ഇല്ലാതെയാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരിക്കുന്നതെന്നും ആ അമ്മ പറയുന്നു. പുഴയുടെ അരികിൽ ഒരു വലിയ കുഴി ഉണ്ടായിരുന്നെന്നും അതിലേക്ക് തെന്നി വീഴാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഒരിടത്തു നിന്നും മണ്ണെടുത്ത് ആ കുഴിയിലേക്ക് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനായി കൊണ്ടുവന്ന ഡിറ്റക്ടറുകൾ ഒന്നും ഒരു ഉപകാരവുമില്ല. അവ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. അർജുനന് വേണ്ടിയുള്ള തിരച്ചിലിൽ അവിടെ നിന്ന് വേറെയും കുറെ മൃതദേഹങ്ങൾ കിട്ടിയെന്നും ആ അമ്മ പറയുന്നു. ഇതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ എന്നും ആ അമ്മ ചോദിക്കുന്നു. മലയാളികളായതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയും ശ്രദ്ധയും കിട്ടുന്നതെന്ന് ഇളയ മകൻ പറഞ്ഞതായി അമ്മ ഓർക്കുന്നു. ഇതൊന്നുമില്ലാതെ തങ്ങളുടെ ആളുകളെല്ലാം കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് 3 തമിഴ് സ്ത്രീകളും അവിടെ വന്നിരുന്നു. ആളുകളെ കാണാതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരെ ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇളയ മകൻ പറഞ്ഞതായി ആ അമ്മ ഓർക്കുന്നു. പുഴയുടെ അപ്പുറത്തും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ആർക്കും നീതിയൊന്നും കിട്ടുന്നില്ലെന്നും അവൻ പറഞ്ഞുവെന്ന് അർജുനന്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹോട്ടലിൽ നിന്ന് ഒരാളെ കാണാതായി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ കൂടി ഹോട്ടലിന്റെ സൈഡിൽ മണ്ണ് കോരിയിടുകയാണ് അവർ ചെയ്തതെന്നും അർജുനന്റെ അമ്മ ആരോപിക്കുന്നു. ടണൽ ദുരന്തത്തിൽപ്പെട്ട് ജീവനോടെ തിരിച്ചെത്തിയവരെ പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇനി മോനെ ജീവനോടെ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. അവിടുത്തെ ഭരണത്തിനോടും പോലീസിനോടും ഒരു വിശ്വാസവും വരുന്നില്ല. ഇപ്പോൾ കേന്ദ്രത്തോടും വരുന്നില്ല. സഹായിക്കാനായിരുന്നു കേന്ദ്രം സൈന്യത്തെ വിട്ടിരുന്നതെങ്കിൽ അതിന് വേണ്ട സംവിധാനങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു എന്നും ആ അമ്മ വിതുമ്പുന്നു.